പ്രിയപ്പെട്ടവരെ, യമത് അട്ടപ്പാടി എന്ന ഈ പെയിൻറ്റിങ് എന്നെ സ്വാഗതം ചെയ്യുകയാണ് അട്ടപ്പാടിയിലേക്ക്. ഞാനിന്ന് പോകുന്നത് അട്ടപ്പാടിയിലെ ചെമ്മണ്ണൂർ മല്ലീശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള വിളക്ക് കാണാനാണ്. ഈ കെയർപിൻ വളവിൽ വാഹനം നിർത്തി ഇവിടുത്തെ വ്യൂ പോയിന്റിലെ കാഴ്ച മനോഹരമാണ്. മാമരങ്ങൾ നിറഞ്ഞ കാനന സൗന്ദര്യം എല്ലാവരെയും അട്ടപ്പാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ കാണുന്ന ഏറ്റവും മുകളിലെ കുന്നാണ് ശിവന്റെ വിശുദ്ധ സാന്നിധ്യമുള്ള സ്ഥലമായി കരുതപ്പെടുന്നത്. അവിടെയാണ് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ദീപം തെളിയുന്നത്. ചെമ്മണ്ണൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ഗേറ്റിന് മുന്നിലാണ് ഞാനുള്ളത്. മണ്ണാർക്കാട് അകളി റോഡിൽ 35 കിലോമീറ്ററാണ് ദൂരം. വരുന്ന വഴി അടിവാരത്ത് നിന്ന് ചുരം കയറി വളവുകളും കാടുകളുമുള്ള മനോഹരമായ യാത്രയാണ് ഇവിടെ എത്താൻ. ഇവിടത്തെ ശിവരാത്രി മഹോത്സവവും അട്ടപ്പാടിയിലെ സാംസ്കാരിക ഉത്സവവും കൂടിയാണ്. ഇവിടുത്തെ പ്രധാന ചടങ്ങ് ഒരു വർഷം നട്ട് മുളച്ച് പാകമായ വിത്തുകൾ ക്ഷേത്രത്തിന് ചുറ്റും വാരി വിതറുന്നു. നടാൻ വിത്തില്ലാത്തവർ അത് പെറുക്കി തങ്ങളുടെ സ്ഥലത്ത് നട്ട് പുതിയ കൃഷി ആരംഭിക്കും. ഇത്രയും മനോഹരമായൊരു പാരമ്പര്യം മറ്റെവിടെയാണുള്ളത്? ശിവന്റെ പേരാണ് മല്ലീശൻ എന്നുള്ളത്. ശിവരാത്രി ദിനത്തിൽ തങ്ങളെ അനുഗ്രഹിക്കാൻ ശിവൻ എത്തുമെന്ന് ഇവിടുത്തെ ആദിവാസി സമൂഹം വിശ്വസിക്കുന്നു. വനിതാ ശിശുവികസന വകുപ്പും കീഴിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തും ജാഗ്രതാ സമിതിയും ICCS അട്ടപ്പാടിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന IEC ക്യാമ്പയിൻ ഭാഗമായ ബോധവൽക്കരണ ഓഫീസ് ഇവിടുത്തെ ശ്രദ്ധാകേന്ദ്രമാണ്. വൈകുന്നേരം 7 മണിക്ക് മല്ലീശ്വരൻ മലയിലേക്ക് ദീപം തെളിക്കാനായി പോയ പൂജാരികളുടെ സംഘത്തെ കൊണ്ടുപോയവർ മടങ്ങിയെത്തിയിരിക്കുന്നു. വേദിയിൽ ഓം നമഃശിവായ എന്ന മന്ത്രോച്ചാരണം ഇടതില്ലാതെ ചൊല്ലുന്നുണ്ട്. അട്ടപ്പാടിയിലെ ശിവരാത്രി മഹോത്സവവും കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി മത സാംസ്കാരിക ഉത്സവങ്ങളിലൊന്നാണ്. ഓരോ വർഷവും ശിവരാത്രി ദിവസത്തിൽ ഈ ആഘോഷം നടത്തപ്പെടുന്നു. ഭക്തിയും ആചാരങ്ങളും ആദിവാസി സംസ്കാരവും ഒരുമിച്ച് ചേർന്ന ഒരു മഹോത്സവമാണിത്. ക്ഷേത്രത്തിനകത്തും പുറത്തും തിരക്കാണ്. അട്ടപ്പാടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലമല്ല. ഇരുളർ, മുടകർ, കുറുമ്പർ എന്നീ 3 ഗോത്രവിഭാഗക്കാർ താമസിക്കുന്ന 3 പഞ്ചായത്തുകൾ ചേർന്ന പ്രദേശമാണ്. മല്ലീശ്വര ഭഗവാന്റെ ദർശനം കിട്ടാനായി ഗേറ്റിന് പുറത്തും നീണ്ട ക്യൂ ആണ്. അട്ടപ്പാടിയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ധാരാളം തമിഴ് വംശജർ ഇവിടെ ഉത്സവത്തിനെത്തുന്നു. വർഷത്തിലൊരിക്കൽ നടക്കുന്നത് കൊണ്ട് തന്നെ വിപുലമായ ഒരു മാർക്കറ്റിംഗ് സംവിധാനമുണ്ട്. ഇവിടുത്തെ സ്റ്റാളുകളുടെ വിപുലമായ ശ്രേണി കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഞാൻ ഈ സ്റ്റാളുകളുടെ മുന്നിലൂടെ നടക്കുകയാണ്. പണ്ടത്തെ കാലത്ത് ഇവിടുത്തെ ഗോത്ര സമൂഹങ്ങൾ പുറം നാട്ടുകാരുമായി ബന്ധം കുറവായിരുന്നു. അന്ന് ഇവിടെ ഈ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കച്ചവട സ്ഥലങ്ങളിൽ നിന്നായിരിക്കണം വ്യത്യസ്തമായ സാധനങ്ങൾ വാങ്ങിയിരുന്നത്. പ്രാദേശിക വിശ്വാസപ്രകാരം ശിവൻ മല്ലേശ്വര മലയിൽ തപസ് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നു. ആദിവാസി സമൂഹങ്ങൾ മല്ലേശ്വരനെ അവരുടെ രക്ഷകനായി ദൈവമായി ആരാധിക്കുന്നു. ഭക്തർ മല കയറി പ്രാർത്ഥിക്കുന്നതാണ് ഈ മഹോത്സവത്തിൻ്റെ പ്രധാന ആചാരം. 6 മാസത്തോളം നോമ്പ് നോറ്റ് പൂജാരികൾ മല കയറി ദീപം തെളിക്കുന്നത്. സാധാരണക്കാർക്ക് ഈ മല കയറാൻ അനുവാദമില്ല. ഞാനിപ്പോൾ മല കയറുന്ന കാട്ടിലാണ് ഉള്ളത്. ഉയരങ്ങളിലേക്ക് പോകാനാവില്ല. പോയവർ തന്നെ വനപാലകർ മടക്കി അയക്കുന്നു. ഈ മല ശിവന്റെ വിശുദ്ധ സാന്നിധ്യമുള്ള സ്ഥലമായി കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ളവരെ ഈ മലയിലേക്ക് കയറാൻ പ്രാദേശികവാസികൾ സമ്മതിക്കില്ല. ഇവിടെ സഞ്ചാരികൾക്ക് താമസിക്കാൻ പറ്റിയ കോട്ടേജുകളുണ്ട്. നേരത്തെ ബുക്ക് ചെയ്താലേ താമസിക്കാൻ കഴിയൂ. ഈ കോട്ടേജുകൾ മുന്നിലെ കാഴ്ചകൾ മനോഹരമാണ്. ഇത് ഭവാനിപ്പുഴ ആണ്. ഇത് കടന്നാണ് ഞാൻ മലയിലേക്ക് പോയത്. നീലഗിരി മലകളിൽ നിന്നാണ് ഭവാനിപ്പുഴ ഉത്ഭവിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് പുഴ ഒഴുകുന്നു. ഇവിടെ ഒരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ധാരാളം ആളുകൾ നദിയിൽ കുളിക്കുന്നു. ശിവരാത്രി ദിവസം നദിയിൽ സ്നാനം ചെയ്യുന്നത് പാപമുക്തി നൽകും എന്ന് വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലെ കച്ചവട സ്റ്റാളുകൾ പുഴയിലേക്ക് വരെ നീണ്ടിട്ടുണ്ട്. കാടും മലയും പുഴയും പ്രകൃതിയും ചേരുന്ന ആത്മീയമായ ഒരു കൂടിച്ചേരലിൻ്റെ സംഗമമാണ് ഈ ഉത്സവം. ഇവിടെ പ്രകൃതിയെ മനുഷ്യൻ ആരാധിക്കുന്നു, മരങ്ങളെ സംരക്ഷിക്കുന്നു. ഇവിടുത്തെ മരങ്ങളുടെ ചുവട്ടിലാണ് ഈശ്വരൻ വിശ്രമിക്കുന്നത്. ഈശ്വരനെ ആരാധിക്കുന്നതിലൂടെ മരങ്ങളെയും സംരക്ഷിക്കപ്പെടുന്നു. മരങ്ങളില്ലെങ്കിൽ പ്രകൃതിയില്ല, പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യരില്ല. ആ മഹാതത്വം മനസ്സിലാക്കുന്നവരാണ് ഗോത്രവർഗ്ഗക്കാർ. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ഒരു മരത്തിന് ചുറ്റും വിശുദ്ധമായ ഈശ്വര സങ്കല്പത്തെ അവർ പൂജിക്കുന്നത്. കാടും മേടും വനങ്ങളും നശിപ്പിക്കുന്ന ആധുനിക മനുഷ്യന്റെ മുന്നിൽ അവർ എത്രയോ പൂജ്യരാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് നാൽക്കാലികളാണ്. ആടും പശുവും കാളയും അവർ മല്ലീശ്വരന്റെ മുന്നിൽ കാണിക്കയായി സമർപ്പിക്കുന്നു. ഇത് കൃഷിയെ വളർത്താനും
ഈശ്വരനും മനുഷ്യനും നാൽക്കാലികളും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നു. മറ്റൊരു സൈഡിലെ ഷെഡിൽ അന്നദാനം നടക്കുന്നുണ്ട്. വിശ്വാസികൾ സംഭാവനയായി നൽകുന്ന തുകയ്ക്കാണ് അവരിത് ചെയ്യുന്നത്. അന്നദാനം മഹാദാനമല്ലേ? ഈശ്വര സന്നിധിയിൽ എല്ലാവരും ഒന്നാണെന്നുള്ള സങ്കല്പത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഭക്ഷണരീതി. മല്ലീശ്വര ക്ഷേത്രത്തിൻ്റെ കൃത്യമായ പഴക്കം നമുക്ക് ലഭ്യമല്ല. എന്നാൽ ചരിത്രപരവും പ്രാദേശിക വിശ്വാസങ്ങളുമായി ചേർന്നുള്ള ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. മല്ലീശ്വരൻ എന്നത് ശിവന്റെ രൂപമായി ഇവിടെ ആരാധിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന് സമീപമുള്ള മലയിലെ മല്ലീശ്വരമുടി ദൈവസാന്നിധ്യമുള്ള പുണ്യസ്ഥലമായി ആദിവാസികൾ കരുതുന്നു. ആദ്യം ദൈവാരാധനാ കേന്ദ്രം മലമുകളിലായിരുന്നുവെന്നും പിന്നീട് ഭക്തരുടെ സൗകര്യത്തിനായി താഴ്വാര ഭാഗത്ത് ക്ഷേത്രം സ്ഥാപിച്ചുമെന്നും കരുതുന്നു. ആദിവാസി സമൂഹങ്ങൾ ഈ പ്രദേശത്തെ ശിവനെ തങ്ങളുടെ രക്ഷാധികാരി ദൈവമായി ആരാധിച്ചിരുന്നു എന്നാണ് വിശ്വാസം. റോഡിൽ നിന്നും വരുന്ന ക്യൂ ആണ് ഇവിടെ. ഈശ്വരനെ തൊഴാൻ ഇടവാതിലുകളോ ടിക്കറ്റോ ഇല്ല. പണം കൊടുക്കേണ്ട കാര്യവുമില്ല. റോഡ് സൈഡിൽ ദൈവങ്ങൾ വിൽപ്പന ചരക്കാണിവിടെ. സൃഷ്ടി നടത്തിയവർ വിൽക്കാനായി വെയിലത്ത് നിരത്തി വെച്ചിരിക്കുന്നു. ഇതൊക്കെ ആരുടെയെങ്കിലും പൂജാ റൂമിൽ ഈശ്വരനായി സ്ഥാനം പിടിക്കും. അപ്പോൾ ആരാണ് ഭൂമിയിലെ യഥാർത്ഥ ഈശ്വരന്മാർ? മല്ലീശ്വര ക്ഷേത്രത്തിൽ നിന്നും അട്ടപ്പാടിയിലെ കാട്ടിമല എന്ന മലയിലേക്കാണ് ഞാൻ പോകുന്നത്. കാഴ്ചകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞതേയുള്ളൂ. ഇനി 7 മണിക്കുള്ള ദീപാരാധന ദർശനത്തിന് മടങ്ങിയെത്തിയാൽ മതി. ചെമ്മണ്ണൂരിൽ നിന്നും താവളത്തിലെത്തി അവിടെ നിന്നും കാട്ടിമല എന്ന കുന്നിൻ മുകളിലേക്കുള്ള യാത്ര. പോകുന്ന വഴിയിൽ ഒരു വ്യൂ പോയിന്റിൽ വണ്ടി നിർത്തി. മലകളും മരങ്ങളും കുന്നിൻ ചെരുവുകളും താഴ്വാരങ്ങളും അങ്ങകലെ മഞ്ഞു പൊതിഞ്ഞ മല്ലീശ്വരൻ മലയും. അട്ടപ്പാടിയുടെ ഗ്രാമഭംഗി വിസ്മയമാണ്. ഈ കുന്നിൻ മുകളിൽ ഒരു അത്ഭുതം, വയലിലെ പോലെ കൗങ്ങിൻ തോട്ടം. അവിടെ ഒരിക്കലും പറ്റാത്തൊരു ഉറവ. ഞാൻ ആ ഉറവയുടെ അരികിൽ സ്തബ്ധനായി നിന്നു. പ്രകൃതി എത്ര മനോഹാരിയാണ്! പാറക്കെട്ടുകളിൽ വീഴുന്ന മഴത്തുള്ളിയെ സംഭരിച്ചു വെച്ച് വേനലിൽ വറ്റാത്ത ഉറവയായി നൽകിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് കയറേണ്ടത് ആ മലയിലാണ്, കാട്ടിമല. അവിടുത്തെ കാഴ്ചകൾ ചിലപ്പോൾ നിങ്ങളെയും അതിശയിപ്പിക്കും. താവളത്തു നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം ദൂരമുണ്ട്. അഗളി ഗ്രാമപഞ്ചായത്തിലെ തൊട്ടിയാങ്കര അങ്കനവാടിയുടെ മുന്നിൽ വണ്ടി നിർത്തി. മുകളിലേക്ക് 600 മീറ്റർ കയറിയാൽ കാട്ടിമലയാകുമെന്നറിഞ്ഞാണ് വന്നത്. 1-2 പേർ മലയിറങ്ങി വരുന്നുണ്ട്. പോകുന്ന വഴി ഫോറസ്റ്റ് ഏരിയയാണ്. കാട്ടിൽ കയറുന്നത് കുറ്റമാണെന്ന് എഴുതി വച്ചിരിക്കുന്നു. ആദിവാസികളോട് ദൂരം ചോദിച്ച് കുടുങ്ങിയതാണ്. അങ്കനവാടിയിൽ നിന്നും ഈ മലയിലെത്തണമെങ്കിൽ 1/2 മണിക്കൂർ നടക്കണം. കയ്യിൽ കുപ്പിവെള്ളം കരുതുന്നത് അത്യാവശ്യമാണ്. കാഴ്ചയ്ക്ക് ദാരിദ്ര്യമില്ലാത്ത പ്രകൃതി സ്നേഹികൾക്ക് കണ്ണിന് കുളിരേകാനുള്ള വിഭവങ്ങൾ ഈ കുന്നിനു മുകളിൽ ധാരാളമുണ്ട്. അങ്ങകലെ മല്ലീശ്വരൻ മുടി. അതുമുതൽ 3 സൈഡും കാണാൻ കഴിയുന്ന മനോഹരമായൊരു സ്ഥലം. മലകൾ, താഴ്വരകൾ, മലയുടെ മടക്കുകൾ, ഗ്രാമങ്ങൾ, വീടുകൾ, ഭൂമിയുടെ നിമ്നോന്നതങ്ങൾ, മാമരങ്ങൾ. പ്രകൃതിയെ കാണണമെങ്കിൽ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ ട്രക്കിംഗ് ചെയ്യണം. ഞാനെൻ്റെ ബൈക്ക് ഓടിച്ചു വന്ന വഴി അങ്ങകലെയാണ്, കണ്ടിയൂർ ഗ്രാമം. ആ ഗ്രാമത്തിലൂടെയാണ് ഞാൻ വഴി ചോദിച്ച് ഇവിടെ എത്തിയത്. ഇപ്പോൾ കാണുന്നത് അങ്കനവാടിയുടെ ഒരു സൈഡാണ്. ഈ ഭാഗത്തിന് അപ്പുറത്താണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. ആ മല ചുറ്റിയാണ് ഇങ്ങോട്ട് കയറിയത്. വേനലായതുകൊണ്ട് പുല്ലുകൾക്ക് തീ കത്തിയിരിക്കുന്നു. എന്നാലും പുതിയ മുള പൊട്ടുന്നു. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. വഴി കണ്ടാലറിയാം. ആ കാണുന്ന പള്ളിയുടെ മുന്നിലൂടെയാണ് ഞാൻ വന്നത്. ഈ സ്ഥലം അട്ടപ്പാടിയിലായതുകൊണ്ടാണ് ആരും അറിയാതെ പോകുന്നത്. താവളത്തു നിന്നും ജെല്ലിപ്പാറയിലേക്ക് പോകുന്ന വഴിയിൽ വലത്തോട്ട് കയറിയാൽ കാട്ടിമലയിലെത്താം. ഇവിടെ നിന്നും ഒരാളിനോട് ഈ വ്യൂ പോയിന്റിൽ നിന്നൊരു വീഡിയോ എടുത്ത് നേരെ മല്ലീശ്വരൻ കോവിലിലേക്ക് മടങ്ങുകയാണ്. ഈ മലയിലേക്ക് കയറാൻ പോകുമ്പോൾ തന്ന വീഡിയോ എടുത്ത സ്ഥലമാണ്. അങ്ങകലെ തലയെടുപ്പോടെ നിൽക്കുന്ന കാട്ടിമല. സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുന്നു. ചെങ്കതിരോന്റെ സ്പർശനത്താൽ ഉറങ്ങാൻ തുടങ്ങുന്ന അട്ടപ്പാടിയിലെ കുന്നുകളോട് യാത്ര പറയാം. ഇപ്പോൾ കാണുന്നത് പാക്കാനം എന്ന സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലത്തുള്ള വ്യൂ പോയിന്റാണ്. ചെമ്മണ്ണൂരിൽ നിന്നും താവളത്തേക്ക് പോകുന്ന റോഡാണ് കണ്ടത്. മല്ലീശ്വരൻ്റെ തിരുനടയിൽ 1 നിമിഷം നിന്നു. പിന്നെ ഞാൻ എൻ്റെ ജോലി തുടങ്ങി. ദർശന പുണ്യം തേടി ഭക്തജനങ്ങൾ ഒഴുകിയെത്തിയിരിക്കുന്നു. മലയാള മാസം കുംഭത്തിലാണ് ശിവരാത്രി ഉത്സവം നടക്കാറ്. ഇന്ന് 10,000-കണക്കിന് ആളുകൾ ജാതി മത വ്യത്യാസത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നു. ഇത് അട്ടപ്പാടിയിലെ ഒരു സാംസ്കാരിക ഉത്സവം കൂടിയാണ്. അല്പസമയത്തിനുള്ളിൽ മല്ലീശ്വരമുടിയിൽ ദീപം തെളിയുമ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി ഭക്തർ ഇത് കരുതും. ഈ ദീപദർശനം കാണാൻ മലനിരകളിലും ഭവാനിപ്പുഴ തീരത്തും മല്ലീശ്വര ക്ഷേത്രത്തിൻ്റെ നടയിലും നിന്ന്
ജനസഹസ്രങ്ങൾ ഓം നമശിവായ എന്ന മന്ത്രം ചൊല്ലുന്നു. റോഡിൽ തിരക്കാണ്. ഇരു സൈഡിലും കച്ചവടം പൊടിപൊടിക്കുന്നു. അട്ടപ്പാടിയിലെ ആളുകൾക്ക് വർഷത്തിൽ ഒരിക്കലാണ് യഥേഷ്ടം പർച്ചേസ് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത്. മലനിരകളും നദീതീരവും ചുറ്റിപ്പിണഞ്ഞ പ്രകൃതീയ രമണീയമായ ഉത്സവത്തിന് ഒരു ആത്മീയമായ പശ്ചാത്തലം നൽകുന്നു. മല്ലീശ്വരൻ കോവിൽ ഇലക്ട്രിക് ലൈറ്റിന്റെ വർണ്ണാഭയിൽ മിന്നിത്തിളങ്ങുന്നു. ഇവിടത്തെ ഈശ്വര ദർശനം ജീവിതത്തിലെ ദുരിതങ്ങൾ തീർക്കുമെന്നും ശിവരാത്രി ദിനത്തിലെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഫലം ലഭിക്കുമെന്നും കരുതുന്നു. പ്രിയപ്പെട്ടവരെ, മല്ലീശ്വരൻ മുടിയിലെ ദീപദർശനം കണ്ടുകൊണ്ട് ഇന്നത്തെ അട്ടപ്പാടിയിലെ ശിവരാത്രി മഹാമഹം നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.